ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നിഫ്റ്റിന്റെ നോൺ NRI കാറ്റഗറി, അതായത് റെഗുലർ കാറ്റഗറിയിൽ 2025 UG കോഴ്സിന് വരുന്ന ഫീസാണ്. ഓൾ ഓവർ ഇന്ത്യ എല്ലാ ക്യാമ്പസിലും വരുന്ന ഫീസ് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് സ്പ്ലിറ്റ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഇപ്പം നിഫ്റ്റിൽ പഠിക്കാൻ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കാം. ഓക്കെ, നിഫ്റ്റിൽ നമ്മുടെ UG കോഴ്സിന്റെ കേസ് പറയുമ്പോഴേക്കും നമുക്കിതിനെ 8 സെമിസ്റ്റർ ആയിട്ട് തിരിക്കാം. 4 വർഷം 8 സെമിസ്റ്റർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഓരോ സെമിസ്റ്റർ വൈസുള്ള ഫീസിന്റെ സ്പ്ലിറ്റപ്പ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോ സെമിസ്റ്റർ 1ന്റെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 1,50,000 ആണ്. അത് കൂടാതെ ലൈബ്രറി ഫീ ആയിട്ട് ഒരു 10,000 റുപ്പീസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ മെഡിക്ലെയിം ആൻഡ് സ്റ്റുഡന്റ് ഡെവലപ്മെന്റ് ഫീ എന്ന് പറഞ്ഞിട്ട് ഒരു 4,900 5,000 റുപ്പീസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ എക്സാം ഫീ ആയിട്ടും ഒരു 4,900 റുപ്പീസ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഇൻ ടോട്ടൽ സെമിസ്റ്റർ 1ൽ നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന ഫീസ് എന്ന് പറയുന്നത് 1,69,800 റുപ്പീസ് ആണ്. ഇനി ഇത് കൂടാതെ നമ്മൾ ജോയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്കൊരു വൺ ടൈം പേയ്മെന്റ് അടയ്ക്കേണ്ട കുറച്ച് ഫീസ് ഉണ്ട്. അപ്പൊ അതും കൂടി ഞാൻ പറയാം. അത് വരുന്നത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് അടയ്ക്കേണ്ടി വരുന്നത് 12,600 ആണ്. ഇതൊക്കെ നമ്മൾ എല്ലായിടത്തും പഠിക്കുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടതാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒക്കെ. പിന്നെ നമുക്ക് വരുന്നത് രജിസ്ട്രേഷൻ ഫീസ് ആണ്. അത് നമുക്ക് വരുന്നത് 9,300 റുപ്പീസ് ആണ്. സോ ഇൻ ടോട്ടൽ നമുക്ക് വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,91,700 റുപ്പീസ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമിസ്റ്ററിൽ നമുക്ക് അടയ്ക്കേണ്ടി വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സെമിസ്റ്റർ നോക്കാം. സെക്കൻഡ് സെമിസ്റ്ററിൽ നമുക്ക് വരുന്നത് ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 1,50,000 റുപ്പീസ് ആണ്. പിന്നെ അത് കൂടാതെ നമുക്ക് വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും പേയ്മെന്റ് ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ നമ്മുടെ പഠിത്തത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്നില്ല. അപ്പൊ നമുക്ക് ടോട്ടൽ പിന്നെ വരുന്നതെന്ന് പറയുന്നത് 1,50,000 റുപ്പീസ് തന്നെയാണ്. അതായത് വേറെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ട്യൂഷൻ ഫീസ് അല്ലാതെ വേറൊരു പേയ്മെന്റ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. ഇനി നമുക്ക് നേരെ സെക്കൻഡ് ഇയർ, അതായത് നമ്മുടെ തേർഡ് സെമിസ്റ്ററിലേക്ക് പോകും. തേർഡ് സെമിസ്റ്ററിൽ നമുക്ക് വരുന്നത് 1,58,000 റുപ്പീസ് ആണ് വരുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് ലൈബ്രറി ഫീ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ 10,500 റുപ്പീസ് വരുന്നുണ്ട്. പിന്നെ മെഡിക്ലെയിം ആൻഡ് സ്റ്റുഡന്റ് ഫീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു 5,100 റുപ്പീസ് വരുന്നുണ്ട്. എക്സാം ഫീ ആയിട്ടും ഒരു 5,100 റുപ്പീസ് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് തേർഡ് സെമിസ്റ്ററിൽ വരുന്നത്. ഇത് കൂടാതെ ഒന്നും വരുന്നില്ല. ഇപ്പൊ തേർഡ് സെമിസ്റ്ററിൽ നമുക്ക് ഇൻ ടോട്ടൽ വരുന്ന റുപ്പീസ് എന്ന് പറയുന്നത് 1,78,700 റുപ്പീസ് ആണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഫോർത്ത് സെമിസ്റ്ററിലേക്ക് പോകാം. ഫോർത്ത് സെമിസ്റ്ററിൽ നമുക്ക് വരുന്നത് 1,58,000 റുപ്പീസ് ആണ്. വേറെ അഡീഷണൽ ചാർജസ് ഒന്നും വരുന്നില്ല. സോ അതുകൊണ്ട് ഫോർത്ത് സെമിസ്റ്ററിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 1,58,700 റുപ്പീസ് ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ വർഷം, അതായത് നമ്മുടെ ഫിഫ്ത്ത് സെമിസ്റ്ററിൽ എത്ര വരും എന്നുള്ളത് നോക്കാം. ഫിഫ്ത്ത് സെമിസ്റ്ററിൽ നമുക്ക് വരുന്ന ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 1,66,000 റുപ്പീസ് ആണ്. ലൈബ്രറി ഫീ ആയിട്ട് നമുക്കൊരു 11,000 റുപ്പീസ് വരുന്നുണ്ട്. മെഡിക്ലെയിം ആൻഡ് സ്റ്റുഡന്റ് ഡെവലപ്മെന്റ് ഫീ ആയിട്ട് നമുക്കൊരു 5,400 റുപ്പീസ് വരുന്നുണ്ട്. പിന്നെ എക്സാം ഫീ ആയിട്ട് ഒരു 5,400 റുപ്പീസ് വരുന്നുണ്ട്. ഇനി വേറെ ഒന്നും നമുക്ക് ചാർജസ് വരുന്നില്ല. അതുകൊണ്ട് ഇൻ ടോട്ടൽ നമുക്ക് ഫിഫ്ത്ത് സെമിസ്റ്ററിൽ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് 1,87,800 റുപ്പീസ് ആണ്. ഇനി സിക്സ്ത് സെമിസ്റ്റർ നോക്കാം. സിക്സ്ത് സെമിസ്റ്ററിൽ നമുക്ക് വരുന്നത് 1,66,000 റുപ്പീസ് ആണ്. വേറെ അഡീഷണൽ ചാർജസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് 1,66,000 റുപ്പീസ് ആണ് സിക്സ്ത് സെമിസ്റ്ററിൽ നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത്. ഇനി നമുക്ക് ഫൈനൽ ഇയർ, അതായത് ഫോർത്ത് ഇയർ സെവൻത്ത് സെമിസ്റ്ററിൽ നമുക്ക് വരുന്ന എക്സാം ഫീ എത്രയാണ്, അല്ലെങ്കിൽ ഫുൾ ഫീസ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ട്യൂഷൻ ഫീ ആയിട്ട് നമുക്ക് വരുന്നത് 1,74,000 റുപ്പീസ് ആണ്. ലൈബ്രറി ഫീസ് ആയിട്ട് നമുക്ക് ഒരു 11,600 റുപ്പീസ് വരുന്നുണ്ട്. മെഡിക്ലെയിം ആൻഡ് സ്റ്റുഡന്റ് ഡെവലപ്മെന്റ് ഫീ ആയിട്ട് നമുക്ക് ഒരു 5,700 റുപ്പീസ് വരുന്നുണ്ട്. എക്സാം ഫീ ആയിട്ടും 5,700 റുപ്പീസ് വരുന്നുണ്ട്. സോ ഇൻ ടോട്ടൽ സെവൻത്ത് സെമിസ്റ്ററിൽ നമുക്ക് അതിൽ വരുന്നതെന്ന് പറയുന്നത് 1,97,000 റുപ്പീസ് ആണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഇതിനകത്ത് ഒരു 6,200 റുപ്പീസ് അലൂമിനി അസോസിയേഷൻ മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി കൂട്ടുമ്പോഴേക്കും നമുക്ക് ആ വർഷം നമുക്ക് സെവൻത്ത് സെമിസ്റ്ററിൽ നമുക്ക് അടയ്ക്കേണ്ടി വരുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് 2,03,200 റുപ്പീസ് ആണ്. ഇനി എട്ടാമത് സെമിസ്റ്റർ, നമ്മുടെ ഏറ്റവും ഫൈനൽ സെമിസ്റ്റർ പഠിത്തത്തിന്റെ, അപ്പോൾ അത് എത്രയാണ് നമുക്ക് നോക്കാം. അതിൽ നമുക്ക് വരുന്നത് ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 1,74,000 റുപ്പീസ് ആണ്. വേറെ അത് കൂടാതെ വേറെ ചാർജസ് ഒന്നുമില്ല. സോ ഇൻ ടോട്ടൽ 1,74,000 റുപ്പീസ് ആണ് നമുക്ക് എട്ടാമത് സെമിസ്റ്ററിൽ പേയ്മെന്റ് ആയിട്ട് വരുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത്. സോ ഇൻ ടോട്ടൽ 8 സെമിസ്റ്റർ, അതായത് 4 വർഷം കൊണ്ട് നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന ഫീസ് എന്ന് പറയുന്നത് 14,09,400 റുപ്പീസ് ആണ്. സോ അവിടെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വലിയ യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഇനി NRI കാറ്റഗറി അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രിയുടെ ഫീസ് അറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ എല്ലാം കൂടി കേട്ടാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ആവുന്നതാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.